പരിശ്രമം ചെയ്യുമെങ്കിൽ എന്തിനേയും വശത്താക്കാൻ കഴിവുള്ളവണ്ണം. ഇത് 95-കാരനായ വലവൂർ വേർനാക്കുന്നേൽ കുഞ്ഞേപ്പ് ചേട്ടനും സഹധർമ്മിണി 94-കാരി അന്നക്കുട്ടിയും. ഇന്നിവരുടെ 75-ാം വിവാഹ വാർഷികമാണ്. 1949 ജനുവരി 25-നായിരുന്നു ഇടവക ദേവാലയമായിരുന്ന വള്ളിച്ചിറ പൈങ്കുളം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് ജോസഫ് ചേട്ടൻ വയലാ ചന്ദ്രൻകുന്നേൽ കുടുംബാംഗമായ കളമ്പനായിൽ അന്നക്കുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത്. മുഴുവൻ സമയ കർഷകനായിരുന്ന കുഞ്ഞേപ്പിന് തുണയായി കൃഷിയിടത്തിൽ എന്നും എപ്പോഴും അന്നക്കുട്ടിയും ഉണ്ടായിരുന്നു. 95 തികഞ്ഞിട്ടും ഇന്നും രാവിലെ തൻ്റെ കൃഷിയിടത്തിൽ സജീവമാണ് ജോസഫ് എന്ന കുഞ്ഞേപ്പ് ചേട്ടൻ. ഏതാനും നാളായി അല്പം കേൾവിക്കുറവുണ്ടെന്നതൊഴിച്ചാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. 94 തികഞ്ഞ അന്നക്കുട്ടി ജീവിതകാലം മുഴുവൻ മരുന്നിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇതേവരെ ഒരുവിധ അസുഖങ്ങളും അന്നക്കുട്ടിയെയും പിടികൂടിയിട്ടില്ല. ദിവസവും വെളുപ്പിന് പള്ളിയിലേക്ക് പോകുന്ന ശീലമായിരുന്നു രണ്ടുപേർക്കും. ഏതാനും നാളുകളായി മക്കളുടെ ഇടപെടലിനെ തുടർന്ന് രാവിലെ വാഹനത്തിരക്കേറിയ റോഡിലൂടെ നടന്നുള്ള പോക്ക് ഇല്ലാതായി. നാട്ടുകാരെ കണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയാത്തതിൽ ഇരുവർക്കും ദുഃഖമുണ്ട്. പൂർവ്വകാല സ്മരണകൾ പങ്കുവയ്ക്കുവാൻ തുടങ്ങിയാൽ കുഞ്ഞേപ്പിന് നിർത്തുവാൻ മക്കൾ ഇടപെടേണ്ടി വരും. വിവാഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച കാര്യവും ഇവർ പറഞ്ഞു. മന്ത്രിയായിരുന്ന മാണിസാറും മറ്റു ജനപ്രതിനിധികളുമെല്ലാം ഒത്ത് ഭക്ഷണം കഴിച്ച കാര്യവും കുഞ്ഞേപ്പ് ചേട്ടൻ വിവരിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് മാണിസാറായിരുന്നു. 1965 മുതൽ മാണിസാറിൻ്റെ യോഗം എവിടെയുണ്ടെങ്കിലും കുഞ്ഞേപ്പ് അവിടെ കിലോമീറ്ററുകൾ നടന്നെത്തും. ക്ഷേമം അന്വേഷിച്ച് മാണിസാറും ഇടയ്ക്കിടെ വേർനാൽ വീട്ടിൽ എത്തിയിരുന്നതായി ഇരുവരും പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാണിസാറിന് വേണ്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചത് കുഞ്ഞേപ്പ് ഓർമ്മിച്ചു പറഞ്ഞു. പാലായിലെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് മുദ്രാവാക്യം വിളിച്ച് ഇപ്പോഴും ഓർക്കുന്നു. ചവാൻ വന്ന് കുറച്ചാലും ഇന്നലെ വന്ന് പറഞ്ഞാലും വോട്ടുകളെല്ലാം കുഞ്ഞുമാണിക്ക്. പാല ഉഴവൂർ റോഡിൻ്റെ ഓരത്തുള്ള വേർനാൽ വീട്ടിലേക്ക് കുഞ്ഞേപ്പ് ചേട്ടനെ അന്വേഷിച്ച് പിതാവിൻ്റെ പാതയിൽ മകൻ ജോസ് കെ മാണിയും എത്താറുള്ളതായും അവർ പറയുന്നു. രണ്ടാൾക്കും വായന പ്രിയമാണ്. 95 എത്തിയിട്ടും കണ്ണടയില്ലാതെ ദിനപത്രങ്ങൾ കൃത്യമായി വായിക്കും. വൈകുന്നേരം TV വാർത്തകളും സിനിമയുൾപ്പെടെ വിനോദ പരിപാടികളും കാണും. ഇവർക്ക് 4 മക്കളാണുള്ളത്. കൊച്ചുമക്കളായി 12 പേരും. പൊതുപ്രവർത്തകനും ബിസിനസ്സുകാരനുമായ മകൻ ജോർജിൻ്റെ കൂടെയാണ് താമസം. മേഴ്സി, ലിസി, ഷാൻഡി എന്നിവരാണ് പെൺമക്കൾ. ഇവരെല്ലാം ഇടവേളകളിലെത്തി അന്വേഷിക്കാറുള്ളത് രണ്ടുപേർക്കും ആത്മസംതൃപ്തി നൽകുന്നു. 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പേരാണ് വീട്ടിൽ ആശംസകൾ നേരാനെത്തിയത്. രാവിലെ തോമസ് ചാഴിക്കാടൻ MP ആശംസകൾ നേർന്ന് വിളിച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പർ ബെന്നി മുണ്ടത്താനവും പൊതുപ്രവർത്തകനായ ജെയ്സൺ മാന്തോട്ടവും പൂച്ചെണ്ടുമായി എത്തി ആശംസകൾ നേർന്നു. 75-ാം വിവാഹ വാർഷികം മക്കളും കൊച്ചുമക്കളും ചേർന്ന് ബന്ധുമിത്രാദികളെയും ചേർത്ത് പ്രത്യേക പ്രാർത്ഥനയും ആഘോഷവും നടത്തുകയാണ്. ഒന്നിച്ചുള്ള ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ സെഞ്ചുറി നേടാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും. VMTV ന്യൂസ്, പാല.